നമസ്കാരം. എഞ്ചിനീയർടാക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ നീതിപൂർവമായ ഭരണത്തിൻ്റെ നേർവാക്കായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാർ. കോഴിക്കോടിന് സത്യത്തിൻ്റെ നഗരമെന്ന പേര് വന്നത് ഈ മഹാന്മാരായ സാമൂതിരി രാജാക്കന്മാരുടെ തറവാടിത്തത്തിൻ്റെയും നൈതിക ഭരണത്തിൻ്റെയും കാരണത്താലാണ്. അവരുടെ ഐശ്വര്യപൂർണമായ ഭരണവും ജീവിത വ്യവഹാരങ്ങളും ഓർമ്മപ്പെടുത്തുന്ന പൈതൃക ചിഹ്നങ്ങളാണ് കോഴിക്കോട്ടെ പ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രവും മിഷ്കാൽ പള്ളിയും. ഇന്ന് എഞ്ചിനീയർടാക്സ് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട്ടെ പ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രവും അനുബന്ധമായ പൈതൃക പരിസരവുമാണ്. കോഴിക്കോട് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വളരെയധികം ഉപയോഗപ്പെടുന്നതും കൗതുകവും അതിശയവും ജനിപ്പിക്കുന്നതുമായ കാഴ്ചകളും അവയുടെ പശ്ചാത്തല വിവരണവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഭരണാധികാരികളായ സാമൂതിരി രാജാക്കന്മാർ പൂർവ്വപിതാക്കളുടെ കാലം മുതലേ അരിയുട്ടുവാഴ്ച കഴിഞ്ഞ് പരദേവതാ സന്ദർശനത്തിന് എഴുന്നള്ളുന്നത് തളിയിലെ ഈ മഹാദേവ ക്ഷേത്രത്തിലേക്കായിരുന്നു. കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന ഈ ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ അന്നത്തെ സാമൂതിരിയാണ് പുനരുദ്ധാരണം നടത്തിയത്. പ്രജാവത്സലനും നീതിമാനുമായ ഈ സാമൂതിരി തന്നെയാണ് ആ കാലത്ത് തന്നെ കുറ്റിച്ചിറയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി പണിയാൻ വേണ്ടി സ്ഥലവും മറ്റും നൽകിയതും. അതാണ് മിഷ്കാൽ പള്ളി. മാത്രമല്ല, പിന്നീട് പോർച്ചുഗീസുകാർ ആക്രമിച്ച് പള്ളി അഗ്നിക്കിരയാക്കിയപ്പോൾ സൈന്യത്തെ അയച്ച് പറങ്കികളെ തുരത്തിയതും പള്ളി ഇന്ന് കാണുന്ന വിധത്തിൽ പുനർനിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളും ആളും അർത്ഥവും നൽകിയതും സാമൂതിരി രാജാക്കന്മാർ തന്നെയായിരുന്നു. തളി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന പ്രൗഢി കൊണ്ടും പഴക്കം കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും പ്രസിദ്ധമായ ഈ പുരാതന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരമശിവനാണ്. തളി എന്ന പദം ശിവക്ഷേത്രങ്ങളെയാണ് സാധാരണ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളുടെ രേഖകളിൽ പരാമർശിക്കപ്പെടുന്ന 4 തളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്ടെ ഈ ക്ഷേത്രം. നിത്യനിദാനങ്ങളിൽ അന്യൂനമായ ചിട്ടകൾ കൊണ്ട് ധന്യവും പ്രസിദ്ധവുമാണ് കോഴിക്കോട്ടെ ഈ ദേവാലയം. തളി എന്ന പദം ശിവക്ഷേത്രത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയുണ്ട്. ഇരുമൂർത്തികൾക്കും പ്രത്യേകം തന്ത്രിമാരും കുടിമരങ്ങളുമുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവുത്സവവും അഷ്ടമിരോഹിണിയും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഉത്സവങ്ങളോടനുബന്ധിച്ച് അനേകം സാംസ്കാരിക സദസ്സുകൾ നടക്കാറുണ്ട്. പ്രസിദ്ധമായ രേവതി പട്ടത്താനം തളിക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യുൽ സദസ്സും പാണ്ഡിത്യ മത്സരങ്ങളും ബ്രാഹ്മണ ഭോജനവും അടങ്ങിയതാണ് രേവതി പട്ടത്താനം. തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ നടക്കുന്നത് കൊണ്ടാവാം ആ ചടങ്ങിന് ആ പേര് വന്നത്. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എന്നിവയിൽ വാദവും തർക്കവും നടക്കുകയും മത്സര വിജയികൾക്ക് സാമൂതിരി പണക്കിഴിയും ഭട്ടസ്ഥാനവും നൽകുകയും ചെയ്യുന്നത് രേവതി പട്ടത്താനത്തിൻ്റെ ചടങ്ങാണ്. രാജഭരണശേഷവും ക്ഷേത്ര പരിസരത്തുള്ള സാമൂതിരി സ്കൂൾ ഹാളിൽ വെച്ച് വിദ്യുൽ സദസ്സ് നടന്നു വരാറുണ്ട്. രാവിലെ 9:30 പട്ടത്താനശാലയിലേക്ക് ആചാരപ്രകാരമുള്ള എഴുന്നള്ളത്ത് നടക്കും. ഈ തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ആ എഴുന്നള്ളത്ത് ആരംഭിക്കുക. പഞ്ചവാദ്യവും താലപ്പൊലിയും വാളേന്തിയ കളരി അഭ്യാസികളും നെറ്റിപ്പട്ടം കെട്ടിയ ആനയും ഈ എഴുന്നള്ളത്തിന് അകമ്പടിയേകും. പുരാതന ആചാരങ്ങളുടെ തനിമ നഷ്ടപ്പെടാതെ ഇന്നും രേവതി പട്ടത്താനം എന്ന സാംസ്കാരിക സദസ്സ് നടത്താൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കാറുണ്ട്. തളിയമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്താണ് പൂജാപുഷ്പോദ്യാനവും ആറാട്ടുകടവും മണ്ഡപവും അരങ്ങും കുളപ്പുരയും വിശാലമായ തളിക്കുളവും. കോഴിക്കോടിൻ്റെ പൈതൃകവും സംസ്കാരവും അവയുടെ തനിമ നിലനിർത്തി നവീകരിച്ചതാണ് ഈ തളിക്കുളവും പരിസരങ്ങളും. കുളത്തിൻ്റെ തെക്കുഭാഗത്ത് റോഡിനോട് ചേർന്ന് കേരളീയ വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ കാണുന്ന ആറാട്ടുകടവ്. അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനോടനുബന്ധിച്ച് റോഡിന് തെക്കുഭാഗത്താണ് പൂജാപുഷ്പോദ്യാനം സംവിധാനിച്ചിരിക്കുന്നത്. കുളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഗ്രാനൈറ്റ് പതിച്ച് മനോഹരമാക്കിയ ഇരിപ്പിടങ്ങളുണ്ട്. അവയ്ക്ക് അഭിമുഖമായി നടപ്പാതയുടെ ഓരത്ത് ചതുരാകൃതിയിലുള്ള 8 ഇരിപ്പിടങ്ങളും ചിത്രമതിലുകളും സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ മതിലുകളിലും രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളുടെയും കലകളുടെയും ചാരുതയാർന്ന സിമന്റ് മ്യൂറലുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്.
ചുമരിൻ്റെ മറുഭാഗത്ത് ഓരോ ചിത്രങ്ങളുടെയും വിശദീകരണങ്ങൾ പിത്തള ഫലകത്തിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തദ്ദേശീയരും വിദേശീയരുമായ സന്ദർശകർക്ക് ഈ പൈതൃക സംരചനകളുടെയും പൗരാണിക തെരുവുകളുടെയും ചരിത്രവും പ്രൗഢിയും മനസ്സിലാക്കാൻ വളരെ സഹായകരമാണ്. കലാവിഷ്കാരത്തിനുള്ള അരങ്ങും അലങ്കാര വിളക്കുകളും തറയോടുകൾ പാകിയ നടപ്പാതയും ആലും ആൽത്തറയും തളിക്ഷേത്ര പരിസരത്തെ ഏതൊരു സന്ദർശകനും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ്. ഭക്തിസാന്ദ്രമായ തളിക്ഷേത്ര പരിസരവും വളരെ മനോഹരമായി സംവിധാനിച്ച തളിക്കുളവും അനുബന്ധമായ പൈതൃക തെരുവും സന്ദർശിക്കുവാൻ സത്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സമ്പുഷ്ടമായ ചരിത്ര പ്രാധാന്യമുള്ള കോഴിക്കോട്ടേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി എഞ്ചിനീയർ ടോക്സ് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.